നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ തൈര് കഴിക്കുന്നവരാണല്ലേ? തൈര് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പം നല്ല ഒരുപാട് പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഇതെങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ കോരി കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണ് അല്ലേ? ഉപ്പില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നും. ഉപ്പിടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ്, തൈരിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് നമുക്ക് വിപണിയിലാണ്. പുളിയില്ലാത്തതും ബട്ടർ മിൽക്കായിട്ടും നമ്മൾ ലസ്സി ആയിട്ട് നമ്മൾ വീട്ടിലാണെങ്കിലും ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അതേപോലെ തന്നെ യോഗട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടും. ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക്, യോഗട്ടൊക്കെയാണെങ്കിൽ കുട്ടികൾക്ക് പല ഫ്ലേവറുകളിലുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ല, നമുക്ക് തൈര് മഴക്കാലത്ത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറയും, അയ്യോ തണുപ്പായി മഴയായി തൈര് കഴിക്കാൻ പാടില്ല. ചിലരാണെങ്കിലും മഴ വരുന്നതിന് മുമ്പേ, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ തൈര് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്യും. കാരണം സാധാരണ നമ്മൾ തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരിന് തണുപ്പ് കൂടുതലാണ്. അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള ഒരു ആഹാരവും കൂടിയാണ് തൈര്. അപ്പം അത് ദഹനത്തിന് താമസം വരും. കഫക്കെട്ട്, ജലദോഷം, തൊണ്ടവേദന ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് തണുപ്പ് കാലങ്ങളിൽ അല്ലെങ്കിൽ മഴ സമയങ്ങളിൽ നമ്മൾ തൈര് ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ളൊരു കാരണം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മിതമായ അളവിൽ നമുക്ക് തണുപ്പ് കാലത്ത് തൈര് ഉപയോഗിക്കാൻ പറ്റും. തണുപ്പാണെങ്കിൽ കൂടി, നല്ല മഴക്കാലമാണെങ്കിൽ കൂടി നമുക്കൊരു ഉച്ച സമയത്തൊക്കെ നമ്മൾ ഉച്ചഭക്ഷണത്തോടൊപ്പം നമുക്ക് തൈര് കൂട്ടുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ അത് എല്ലാ ദിവസവും ഉപയോഗിക്കാതിരിക്കുക. കാരണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട്, തണുപ്പ് കൂടുതലായതുകൊണ്ടും നമുക്ക് തൊണ്ടവേദന, ജലദോഷം, അതേപോലെ തന്നെ സന്ധികൾക്കുണ്ടാവുന്ന വേദന, ഇതിനൊക്കെ ഒരു പരിധിവരെ തൈര് കാരണമാകും. കാരണം തണുപ്പ് കാലത്ത്, ചൂട് കാലത്ത് നമുക്ക് പ്രശ്നമില്ല. ചൂട് സമയത്ത് നമുക്ക് ശരീരത്തിന് തണുപ്പ് കിട്ടാനായിട്ട് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ തണുപ്പ് കാലമായാലും ചൂടുകാലമായാലും രാത്രിയിൽ തൈര് കഴിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ തൈര് എല്ലാവരും കഴിക്കുമെങ്കിലും നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയക്കുറവ് മൂലം നമ്മൾ പാക്കറ്റ് തൈരുകളെയാണ് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലിൽ നിന്ന് തന്നെ ആ പാലിൽ നിന്ന് കുറച്ച് ഉറയൊഴിച്ച് തൈര് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും നല്ല തൈര് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം ഇരിക്കുന്നത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് അങ്ങനെയുള്ള തൈരുകൾ ഉപയോഗിക്കാതിരിക്കുക. പഴകിയതും പുളിച്ചതുമായിട്ടുള്ള തൈരുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് തണുപ്പ് സമയത്തും തൈര് കഴിക്കണമെന്ന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് തനിച്ച് കഴിക്കാതിരിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം പൊടിച്ചോ അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചി ചതച്ച് ചേർത്തോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടോ കഴിച്ചു കഴിഞ്ഞാൽ ആ തൈരിൻ്റെ തണുപ്പ് കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ആ ദഹനം മെച്ചപ്പെടുത്താനും അത് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് തൈര് ഉപയോഗിക്കാതിരിക്കുക, പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിൽ. നമ്മൾ സംഭാരമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചതച്ച് നല്ല വെള്ള പരുവത്തിലാക്കി എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ശരീരവും തണുക്കും, നമ്മുടെ മനസ്സും തണുക്കും. അത്രത്തോളം ടേസ്റ്റാണ് സംഭാരം കുടിക്കാൻ. അതൊരു മൺകലത്തിലൊക്കെ വെച്ചിട്ടാകുമ്പോഴത്തേക്കും പിന്നെ പറയുകയും കൂടെ വേണ്ടല്ലോ. നമുക്ക് ചൂട് കാലത്ത് ഇങ്ങനെയുള്ള തൈരിലുള്ള ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് പരീക്ഷിക്കാം. ലസ്സി ആണെങ്കിലും യോഗട്ടാണെങ്കിലും ഒക്കെ. മാക്സിമം തണുപ്പ് കാലമാണെങ്കിലും ചൂട് കാലമാണെങ്കിലും അധികം ഫ്രിഡ്ജിൽ വെച്ചിട്ടും പഴകിയതുമായിട്ടുള്ള തൈരുകൾ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഉച്ചഭക്ഷണത്തോടൊപ്പം ഉച്ചയ്ക്ക് മുന്നേ ഉള്ള സമയങ്ങളിൽ നമ്മൾ തൈര് ഉപയോഗിക്കുക. തൈരാണെങ്കിലും മോരാണെങ്കിലും രാത്രി സമയത്ത് നമ്മൾ മാക്സിമം തൈര് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മൾ കറിയൊക്കെ വയ്ക്കുന്ന സമയത്താണെങ്കിലും തൈര് തിളപ്പിക്കാതിരിക്കുക. നമ്മൾ മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ കറിയൊക്കെ അടുപ്പേ വെച്ചിട്ട് വേറെ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മോരുകറിയൊക്കെ ഒന്ന് തിളച്ച് പിരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ആ തൈരിനുള്ളിലെ പോഷകങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് തൈര് മാക്സിമം ചൂടാക്കാതെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയകളിലൊക്കെ നമുക്ക് തൈര് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തൈര് ലവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തണുപ്പ് കാലത്ത് ഈ പറഞ്ഞ സമയങ്ങളിൽ കഴിച്ചോളൂ. അത് ദിവസവും കഴിക്കാതിരിക്കുക, ഇടവിട്ട ദിവസങ്ങളിൽ കഴിക്കുക. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.